ൊപ്പം ശ്രീ ജി സുധാകരൻ മുൻ മന്ത്രി ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ശ്രീ ജി സുധാകരൻ. അങ്ങ് അയച്ച ആ കത്തിലെ ആവശ്യം പരിഗണിക്കപ്പെട്ട അങ്ങേക്ക് വന്നിരിക്കുന്ന മറുപടിയെ കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞാൻ ഈ കഴിഞ്ഞ ജൂലൈ മാസം 27-നാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് കത്തയച്ചത്. അവിടെ 2 കെട്ടിടങ്ങളുണ്ട്, തെക്കേ സൈഡിലും വടക്കേ സൈഡിലും, രണ്ടായിട്ടാണ് കിടക്കുന്നത്. രണ്ടിനും ഈ പേര് കൊടുക്കണം. അങ്ങനെ പറയാൻ കാരണം അദ്ദേഹത്തിന് വീടിനടുത്തുള്ള സ്കൂളാണ്. അദ്ദേഹം പഠിച്ച അവിടെയാണ്, എൻ്റെ വീടിനടുത്തുമാണ്. എൻ്റെ മകനും അവിടെയാണ് പഠിച്ചത്. അപ്പോൾ അദ്ദേഹം അവിടെ അന്ന് മിഡിൽ സ്കൂൾ മാത്രമേ അവിടെ അദ്ദേഹം പഠിക്കും. അപ്പോൾ അദ്ദേഹം അവിടെയാണ് ആദ്യം പഠിച്ചത്. പിന്നെ ഹൈസ്കൂളാക്കിയതും ഹയർ സെക്കൻഡറി ആക്കിയതും ഒക്കെ ക്യാബിനറ്റിൽ വെച്ച് ഞാൻ ഫോട്ടോ കൊടുത്തിട്ടാണ് പ്രത്യേകമായിട്ട് ഇതാക്കിയത്. ആദ്യം VS-ന്റെ കാലത്ത് ഹൈസ്കൂളാക്കി, പിള്ളേരുടെ കാലത്ത് ഹയർ സെക്കൻഡറി ആക്കി. അതിന് അദ്ദേഹത്തിന്റെ പേര് കൊടുക്കുന്നത് എന്തുകൊണ്ട് ഉചിതമായിരിക്കും എന്ന് കരുതി ഞാൻ കത്തയച്ചതാണ്. ജൂലൈ കഴിഞ്ഞിപ്പോൾ 2-3 മാസമായെങ്കിലും അദ്ദേഹം അത് പരിഗണിച്ച് അതിപ്പോൾ തീരുമാനമായി എന്ന് പറഞ്ഞ് അതിൻ്റെ ജനറൽ എഡ്യൂക്കേഷൻ സെക്രട്ടറിക്ക് കത്ത് ഫോർവേഡ് ചെയ്യും. അദ്ദേഹം അയച്ച കത്തിലടക്കമാണ് ഇപ്പോൾ എനിക്ക് ഇന്നലെ ഉച്ചയ്ക്കാണ് കിട്ടിയത്. അപ്പം ഞാൻ നിങ്ങളെ അറിയിച്ചതേ ഉള്ളൂ. അന്ന് കത്തയക്കുമ്പോൾ തന്നെ ഇത് പത്രങ്ങളിലൊക്കെ വന്നിരുന്നു. അതാണ് പറയാം, ഏറ്റവും നല്ല കാര്യമാണ്. ശിവൻകുട്ടിയെയും പൊതുവിദ്യാഭ്യാസ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഞാൻ അഭിനന്ദിക്കാതിരിക്കുക. നല്ലൊരു കാര്യമാണ് ചെയ്തത് ഗവൺമെന്റിന് നല്ല അഭിപ്രായം ഉണ്ടാകുന്ന ഒരു കാര്യം. അതാണ് പറയാൻ. ശ്രീ ജി സുധാകരൻ, അങ്ങ് സാർ എന്ന് ഔദ്യോഗികമായി സംബോധന ചെയ്തുകൊണ്ടാണ് മന്ത്രിക്ക് അയക്കുന്ന ഒരു കത്ത്. ആ രീതിയിലാണ് അങ്ങ് അയച്ചത്. തിരിച്ചുള്ള മറുപടി പ്രിയമുള്ള സുധാകരേട്ടൻ എന്നാണ്. അതെ അതെ അതെ, എന്നെ അങ്ങനെ അദ്ദേഹം വിളിക്കും. നേരത്തെ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുക. ഞാൻ ട്രിവാൻഡ്രത്തുണ്ടല്ലോ ആ കാലത്തൊക്കെ, യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റ് മെമ്പറായിട്ടും SFIയുടെ ഭാരവാഹിയായിട്ടൊക്കെ ഞാനുണ്ട്. അന്ന് മുതലേ അദ്ദേഹം അങ്ങനെയാണ് വിളിക്കുന്നത്. അതിന് മാറ്റമൊന്നുമില്ല. ഇടയ്ക്കൊക്കെ അങ്ങ് ചില തുറന്നു പറച്ചിലുകളൊക്കെ നടത്തുമ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് അങ്ങേ ചിലരൊക്കെ വിമർശിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ സംബോധന കണ്ടപ്പോൾ എനിക്കും ഒരു സന്തോഷമായി. അതുകൊണ്ടാണ് ചോദിച്ചത്. അല്ല, ഞാൻ പാർട്ടിക്ക് അനുകൂലമായിട്ടാണ്. പാർട്ടിയുടെ തത്വങ്ങൾ എന്താണോ അത് ഞാൻ പറയുന്നു. അത് മനസ്സിലാക്കാതെ പാർട്ടിയാണെന്നവർക്ക് നടക്കുന്ന ആളുകൾ എൻ്റെ അച്ഛനെ വിളിക്കുന്നു. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ പോട്ടെ, സാരമില്ല. അല്ല, അതൊന്നും വിജയിക്കത്തില്ല. പാർട്ടിക്ക് പ്രോഗ്രാമും ഭരണഘടനയില്ലേ. അതൊക്കെ പഠിച്ചവരല്ലേ, 10-22 വർഷമായില്ലേ. എന്ന് മാത്രമല്ല, 1980-ൽ 45 വർഷം മുമ്പ് ഇസ്ലാമേന്ദ്രമുള്ള പോളിറ്റ് ബ്യൂറോയിൽ 25 വർഷം ഇരുന്നപ്പോൾ അദ്ദേഹം പ്രായം കൊണ്ട് മാറി. അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിട്ട് വന്നപ്പോൾ എന്നെ പാർട്ടി വിദ്യാഭ്യാസ കമ്മിറ്റിയുടെ ചെയർമാനാക്കിയതാണ്. ഞാൻ 32 വർഷം അവിടെ ഇരുന്നു, അറിയാമോ? 2012 വരെ ഞാൻ അവിടെ ഇരുന്നു. പിന്നെ ഞാൻ മിനിസ്റ്ററൊക്കെ ആയി പോയതിൻ്റെ ഫലമായി MLA ആയിട്ടൊക്കെ വന്നതുകൊണ്ട് ഞാൻ അങ്ങ് മാറി. പിന്നീട് കാരണം വേറെ ആളെ ഏൽപ്പിച്ചതാണ്. അങ്ങനെയൊക്കെ നമ്മൾ മാർക്സിസ്റ്റ് മിനിസ്റ്റർ പിന്നെ മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ പാർട്ടി ക്ലാസ് എടുക്കുവാനും നയിച്ച ആൾക്കാരിൽ ഒരാളാണ്. സ്വാഭാവികമായിട്ടും എനിക്കത് ഞാൻ പറയുമ്പോൾ അതിനൊരു അടിസ്ഥാനം ഉണ്ടാവും. പാർട്ടിപരമല്ലാത്ത ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞതാണെന്ന് തോന്നുന്നത് പാർട്ടിയെപ്പറ്റി അറിയാതെ ഓരോരോ എന്താ പറയുക രംഗത്തൊക്കെ വന്ന് നിൽക്കുന്നവരാ. അതേപ്പറ്റിയൊക്കെ നമ്മുടെ വിട്ടുകളെ യാത്രയുള്ളൂ. അങ്ങ് അടുത്ത തെരഞ്ഞെടുപ്പിലും സജീവമായി ഉണ്ടാവില്ലേ? അതൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ. പാർട്ടി തീരുമാനം അനുസരിച്ചായിരിക്കുമല്ല. ഓക്കെ, വളരെ നന്ദി ശ്രീ ജി സുധാകരൻ. വീണ്ടും സംസാരിക്കാം. താങ്ക് യു.